ഹായ് ഹലോ മക്കളെ, ഗുഡ് ഈവനിങ്. എടാ എന്തൊക്കെയുണ്ടടാ വിശേഷം? കുറച്ച് ദിവസമായല്ലേ നമ്മൾ കണ്ടിട്ട് അല്ലേ? നമ്മൾ 6ാം ക്ലാസ്സിലേക്ക് അങ്ങോട്ട് വന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ മക്കളെ, നമ്മൾ കഴിഞ്ഞ 3 പാട്ടുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനെ പറ്റിയിട്ടാടാ? നമ്മുടെ നമ്പർ റിലേഷൻസ് അഥവാ സംഖ്യാബന്ധങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ 10 ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അശ്വതി മിസ്സൊക്കെ മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേടാ. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം? നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഓർഡറിൽ പഠിച്ച് പോകുക. ഓക്കെ, അപ്പൊ നമ്മൾ 3 പാട്ടുകൾ മിസ് പറഞ്ഞു. 3 പാട്ടുകൾ നമ്മുടെ കഴിഞ്ഞതാണ്. അപ്പൊ ആ പാട്ടുകൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. കണ്ടിട്ട് വേണം ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. കാരണം എന്താണ്, നമുക്ക് അറിയാം അല്ലെ, ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിച്ചു വന്നു കഴിഞ്ഞാലേ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് ദഹിക്കത്തുള്ളൂ അല്ലേടാ. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഇന്നും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ചാപ്റ്ററിന്റെ ബാക്കി പോർഷൻ ആണ്. അപ്പൊ മക്കളെ, നമ്മൾ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്? എന്തിനെ പറ്റിയിട്ടാണ്? 9 വെച്ചിട്ടുള്ള അല്ലെ, 9 വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. 9ന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ 9 വെച്ചിട്ടുള്ള കുറച്ച് മാജിക്കുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടാണ്. ഈ ടോപ്പിക് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടോപ്പിക് കേട്ടോ. എന്താണ് ടോപ്പിക്കിന്റെ പേര്? പ്ലേയിങ് വിത്ത് 9, 9ന്റെ കളികൾ. ഓക്കെ, അപ്പോൾ ഇത്രയും ദിവസത്തെ പോലെ തന്നെ നമ്മൾ 9ന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. 9 വെച്ചിട്ട് കുറച്ച് മാജിക്കുകൾ, കുറച്ച് ട്രിക്കുകളൊക്കെ നമ്മൾ ഇന്ന് പഠിച്ചെടുക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി അല്ലേടാ? ഉഷാറല്ലേടാ? ഉഷാറല്ലെങ്കിൽ വേഗം ഉഷാറായിട്ടിരുന്നു കേട്ടോ. നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇന്ന് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു തീർക്കാനായിട്ട് പോവാണ്. ഓക്കെ, സോ മിസ് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നേടാ, ഒരു നമ്പർ എടുക്കാണ്. ഇഷ്ടമുള്ള നമ്പർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ നിങ്ങൾ എടുക്കുക. അപ്പൊ മിസ്സിന് ഇഷ്ടപ്പെട്ട നമ്പർ എന്ന് പറയുന്നത് ഇപ്പൊ ഏതാണ്? അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നും ഇല്ല എങ്കിലും മിസ് എടുക്കാടാ. 25 മിസ് എടുത്തു. എന്തെടുത്തു? 25, ഒരു 2 ഡിജിറ്റ് നമ്പർ എടുത്തു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ മിസ് ഒരു നമ്പർ എടുത്തു. ഇനി ചെയ്യേണ്ട എന്താണെന്ന് അറിയാടാ? ഈ നമ്പറിന്റെ ഡിജിറ്റ് സം ഒന്ന് കണ്ടുപിടിക്കുക, അക്കങ്ങളുടെ തുക. ഇവിടുത്തെ അക്കങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമുക്കറിയാം 2ഉം 5ഉമാണ് ഇവിടുത്തെ അക്കങ്ങൾ എന്ന് പറയുന്നത്. സോ മിസ് എന്ത് ചെയ്തു? ഈ 2വിനെയും 5വിനെയും എന്ത് ചെയ്യാടാ? ആഡ് ചെയ്യാണ്. നമുക്ക് ഡിജിറ്റ് സം ആണ് വേണ്ടത്, അക്കങ്ങളുടെ തുകയാണ് നമുക്ക് വേണ്ടത്. അതായത് മിസ്സിന് കുറച്ച് തൊണ്ടയിലെ കിച്ചിക്കിച്ചൊക്കെ ഉണ്ട്, ഒന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അക്കങ്ങളുടെ തുകയാണ് വേണ്ടത്. അപ്പൊ എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഈ 2വിനെയും 5വിനെയും ആഡ് ചെയ്യണം അല്ലെ, അപ്പോഴാണ് നമുക്ക് ഡിജിറ്റ് സം കിട്ടുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ വേഗം ഡിജിറ്റ് സം കണ്ടുപിടിച്ചോളൂ. മിസ് ഡിജിറ്റ് സം കണ്ടുപിടിക്കാൻ പോവാണ്. നോക്കിക്കോളൂ ഡിജിറ്റ് സം. ഓക്കെ, എഴുതാ കേട്ടോ. ഡിജിറ്റ് സം അഥവാ അക്കങ്ങളുടെ തുക എന്തുവായിരിക്കും ഇവിടെ? അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് നമുക്കറിയാം 2ഉം 5ഉം ആണ് ഇവിടുത്തെ അക്കങ്ങൾ എന്ന് പറയുന്നത്. സോ ഇവരുടെ തുക എന്ന് പറയുമ്പോൾ 2 പേരെ കൂടി കൂട്ടുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 7 എന്ന് നമുക്ക് കിട്ടി അല്ലെ. അപ്പൊ നമ്മളൊരു നമ്പർ എടുത്തു, ആ നമ്പറിന്റെ ഡിജിറ്റ് സമ്മും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് അറിയാടാ? മിസ് ഇപ്പോ എടുത്ത നമ്പറിൽ നിന്ന് ഈ ഡിജിറ്റ് സമ്മിനെ ഒന്ന് മൈനസ് ചെയ്യുന്നു. എന്താ ചെയ്തത്? നമ്മൾ എടുത്ത നമ്പറിൽ നിന്ന് ആ നമ്പറിന്റെ ഡിജിറ്റ് സമ്മിനെ, അക്കങ്ങളുടെ തുകയെ നമ്മളൊന്ന് മൈനസ് ചെയ്യാണ്. ആ ഡിഫറൻസ് ഒന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എത്രയായിരിക്കും വരിക? 25 മൈനസ് 7 എത്ര വരും മക്കളെ? വേഗം ഒന്ന് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തിട്ട് ആൻസർ എത്ര വരും? നമുക്കറിയാം 18 എന്ന് നമുക്ക് കിട്ടും. 25 മൈനസ് 7 ഇസ് ഈക്വൽ ടു 18. ഓക്കെ, ഈ 18 എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിയടാ? ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 9 അല്ലെ. 9ന്റെ ഗുണിതമാണ് അല്ലെ. 9ന്റെ ഗുണിതമാണ് ഈ 18 എന്ന് പറയുന്നത് അല്ലെ. 18 എന്ന് പറയുന്നത് 9ന്റെ ഗുണന പട്ടികയിലുള്ള ആളല്ലേ? ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മളൊരു നമ്പർ എടുത്തു, നമ്പറിന്റെ ഡിജിറ്റ് സം എടുത്തു, അവർ തമ്മിൽ അല്ലെങ്കിൽ അവരുടെ ഡിഫറൻസ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി മക്കളെ? 9ന്റെ മൾട്ടിപ്പിൾ കിട്ടി. ഇനി വേറൊരു നമ്പർ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇത് എപ്പോഴും 9ന്റെ മൾട്ടിപ്പിൾ തന്നെ ആയിരിക്കും ഈ ഡിഫറൻസ് കിട്ടുക? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ മിസ് 25 അല്ലാതെ വേറൊരു നമ്പർ എടുക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ നിങ്ങൾ എടുത്തു കേട്ടോ. അപ്പൊ മിസ് എടുക്കുന്നത് ഏതെടുക്കാം? 78 എടുക്കാണേ. 78 എന്ന് പറയുന്ന നമ്പർ എടുത്തു. ഇനി നമുക്ക് എന്ത് വേണം? ഇതിന്റെ ഡിജിറ്റ് സം വേണം. ഡിജിറ്റ് സം എന്തായിരിക്കും ഇവിടെ വരിക?
അക്കങ്ങളുടെ തുക എന്ത് സംഭവിക്കും? ഇവരെ തമ്മിലൊന്ന് കൂട്ടുക. 7 + 8 എന്തായിരിക്കും നമുക്ക് കിട്ടുക? എത്ര കിട്ടൂടാ? 7 + 8 നമുക്കറിയാം എത്ര വരും മക്കളെ? 15 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്പറും കിട്ടി, അതുപോലെ തന്നെ നമ്മുടെ ഡിജിറ്റ് സമ്മും കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ഇവരുടെ ഡിഫറൻസ്, വ്യത്യാസം വേണം. അപ്പൊ നമ്മൾ ചെയ്യുന്നതാണ് 78-ൽ നിന്ന് 15-നെ മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും മക്കളെ? 63 കിട്ടൂടാ. കിട്ടിയോ? 63 കിട്ടി. ഈ 63 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് മക്കളെ? 9ന്റെ മൾട്ടിപ്പിൾ ആണ്, മൾട്ടിപ്പിൾ ഓഫ് 9 ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം 9ന്റെ ഗുണിതമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് എന്താ മക്കളെ? ഇതുപോലെ ഇപ്പൊ നിങ്ങളും കുറച്ച് നമ്പറൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടാവും അല്ലെ? ആ നമ്പർ എടുത്തപ്പോഴും നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടിയില്ലേടാ? ഇതുപോലെ തന്നെ 9ന്റെ മൾട്ടിപ്പിൾ കിട്ടിയില്ലേ ഡിഫറൻസ് എടുത്തപ്പോ? അങ്ങനെ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാവുന്ന കാര്യം എന്താണ് മക്കളെ? എന്താ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്? ഒരു നമ്പറും അതിന്റെ ഡിജിറ്റ് സമ്മും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇവിടെ 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, 9ന്റെ ഗുണിതമായിരിക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ച കാര്യത്തിന് മിസ് ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി തരാം, നോക്കിക്കോ. ഇഫ് വി സബ്ട്രാക്ട്, മിസ് വേഗം എഴുതാണ്. ഇഫ് വി സബ്ട്രാക്ട് from a number the sum of its digits, we get a multiple of 9. എന്താണ് നമുക്ക് മലയാളത്തിൽ അതിനെ എങ്ങനെ എഴുതാടാ? എഴുതിക്കോ കേട്ടോ. ഒരു സംഖ്യയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സംഖ്യയിൽ നിന്ന് അതിൻ്റെ അക്കങ്ങളുടെ തുക കുറച്ചാൽ കിട്ടുന്നത് എന്തായിരിക്കും മക്കളെ? എന്തായിരിക്കും നമുക്ക് കിട്ടുക? കിട്ടുന്നത് 9ന്റെ ഗുണിതമാണ്, 9ന്റെ ഗുണിതമാണ്. അപ്പൊ നമ്മളിപ്പോ പഠിച്ച കാര്യത്തിന് മിസ് ഒന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ് കേട്ടോ, നിങ്ങൾക്ക് എഴുതി തന്നതാണ്. എന്താണ്? ഇഫ് യു സബ്ട്രാക്ട് ഫ്രം എ നമ്പർ ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് വി ഗെറ്റ് എ മൾട്ടിപ്പിൾ ഓഫ് 9. ഒരു സംഖ്യയിൽ നിന്ന് അതിന്റെ അക്കങ്ങളുടെ തുക കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? 9ന്റെ ഗുണിതമായിരിക്കും, 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇതാണ് നമ്മുടെ ടോപ്പിക്കില് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള കാര്യം. ഇനി സെക്കൻഡ് കാര്യത്തിലേക്ക് നമുക്ക് പോവാം അല്ലെ? പോകാം, വേഗം പോകാം. നോക്കിക്കോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് മിസ് എടുക്കുന്ന എന്താണെന്ന് അറിയോടാ? ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു നമ്പർ എടുക്കുന്നു. എന്തെടുക്കുന്നു? ഒരു നമ്പർ എടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുത്തോ കേട്ടോ. ഇപ്പൊ മിസ് എടുക്കുന്നത് മിസ് എടുക്കുന്നത് ഇപ്പോ 73 എന്ന് പറയുന്ന നമ്പറാണേ. 73 എന്ന് പറയുന്ന നമ്പറാണ്. ഓക്കെ, ഈ നമ്പറിന്റെ സെയിം ഡിജിറ്റ് സം വരുന്ന മറ്റൊരു നമ്പർ നമുക്ക് വേണം. ഓക്കെ, സെയിം ഡിജിറ്റ് സം അല്ലെ? ഇതിന്റെ ഡിജിറ്റ് സം എന്ന് പറയുന്നത് എന്താടാ? അക്കങ്ങളുടെ തുക 7ഉം 3ഉം അല്ലെ? 7ഉം 3ഉം കൂട്ടിയാൽ എത്ര കിട്ടൂടാ? 10 കിട്ടും. അപ്പൊ ഇവിടുത്തെ ഡിജിറ്റ് സം എന്ന് പറയുന്നത് 10 ആണ്. അപ്പോ ഈ ഡിജിറ്റ് സം 10 തന്നെ വരുന്ന മറ്റൊരു നമ്പർ ഞാൻ എടുക്കാണേ. വേറൊരു നമ്പർ 73 ആണ് നമ്മൾ എടുത്തത്. ഇനി മിസ് എടുക്കുന്നു 37 എടുക്കുന്നു. ഓക്കെ, എന്തെടുക്കുന്നൂടാ? 37 എടുക്കുന്നു. 37 എടുത്തു കഴിഞ്ഞാലും ഇവിടുത്തെ ഡിജിറ്റ് സം എന്തായിരിക്കും? 3 + 7 എത്ര വരും? 10 തന്നെയാണ് അല്ലെ? അപ്പൊ ഇവിടെ ഡിജിറ്റ് സം തുല്യമായിട്ടുള്ള, ഈക്വൽ ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സിനെ നമ്മൾ എടുത്തു. ഏതൊക്കെയാണ്? 73ഉം 37ഉം. ഓക്കെ, ഇനി മിസ് ചെയ്യാൻ പോകുന്നത് ഇവരുടെ ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. നമുക്ക് വേഗം കണ്ടുപിടിക്കാം. 73 - 37 ഇവരുടെ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. നമുക്ക് എന്താ കിട്ടുക? 73 - 37 എന്ത് കിട്ടൂടാ? നമുക്കറിയാം 36 കിട്ടും. ഈ 36 എന്ന് പറയുന്നത് 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണല്ലോ അല്ലെ? 4 × 9 ചെയ്യുമ്പോഴാണ് നമുക്ക് 36 കിട്ടുന്നത്. സോ 36 എന്ന് പറയുന്നത് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 9 ആണ്, 9ന്റെ ഗുണിതമാണ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ കിട്ടിയത് എന്താണ് നോക്കിയടാ? ഒരേ ഡിജിറ്റ് സം വരുന്ന രണ്ട് നമ്പേഴ്സിനെ മിസ് പിക്ക് ചെയ്തു, അവരുടെ ഡിഫറൻസ് കണ്ടുപിടിച്ചു. അങ്ങനെ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 9ന്റെ മൾട്ടിപ്പിൾ കിട്ടുന്നു, 9ന്റെ ഗുണിതം കിട്ടുന്നു. ഇതെല്ലാ കേസിലും ശരിയാണോ? നമുക്ക് വേറെയും നമ്പർ എടുക്കാം. അപ്പൊ മിസ് ഇവിടെ 2 ഡിജിറ്റ് നമ്പർ എടുക്കാൻ കാരണം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, ആൻസർ കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മിസ് ഇത് പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ മിസ് ഇനി അടുത്തൊരു നമ്പർ എടുക്കാണ്. ഇപ്പൊ ഏതെടുക്കാൻ പറ്റുക?
51 24 എടുക്കുന്നു. ഇവരുടെ ഡിജിറ്റ് സം സെയിം അല്ലേടാ? ഫസ്റ്റ് വൺ 51ന്റെ ഡിജിറ്റ് സം അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. അതുപോലെ 24ന്റെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്താ? 2 + 4 അതും 6 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഡിജിറ്റ് സം തുല്യമായിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള രണ്ട് പേരാണ് 51 24. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവരുടെ ഡിഫറൻസ് ഒന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഡിഫറൻസ് ഒന്ന് വേഗം കണ്ടുപിടിച്ചേടാ. 51 - 24 നമുക്ക് എത്രയായിരിക്കും കിട്ടുക? 51 - 24 എത്ര വരൂടാ? മൈനസ് ചെയ്യുമ്പോൾ 27 എന്ന് നമുക്ക് കിട്ടും. 27 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് മക്കളെ? 9ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ? ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. ഓക്കെ, മൾട്ടിപ്പിൾ ഓഫ് 9. അപ്പൊ നോക്കി, നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് എന്താ? ഡിജിറ്റ് സം തുല്യമായിട്ടുള്ള ഏത് രണ്ട് നമ്പേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ ഒന്നുകൂടി ഓർത്തിരിക്കുക. അതേ മിസ് ഇവിടെ എഴുതി കാണിക്കാം. ഇഫ് the sum of the digits of two numbers രണ്ട് നമ്പേഴ്സിന്റെ സം നമ്മൾ എടുക്കുന്നു, ആർ ഈക്വൽ ആണ് എങ്കിൽ, സം ഈക്വൽ ആണ് എങ്കിൽ then their difference is a multiple of 9. അപ്പോൾ മലയാളം മീഡിയംകാരുടെ ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ. എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഡിജിറ്റ് സം അക്കങ്ങളുടെ തുക തുല്യമായ രണ്ട് സംഖ്യകൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ വ്യത്യാസം എന്ന് പറയുന്നത് 9ന്റെ ഗുണിതമായിരിക്കും. അതാണ് കേട്ടോ നമ്മൾ എഴുതേണ്ടത്. എന്താണ്? അക്കങ്ങളുടെ തുക തുല്യമായ രണ്ട് നമ്പേഴ്സിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് 9ന്റെ ഗുണിതമായിരിക്കും. ഓക്കെ, ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അല്ലെ? ഫസ്റ്റ് നമ്മൾ പഠിച്ച കാര്യം എന്താണ്? ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഒരു നമ്പറും അതിന്റെ ഡിജിറ്റ് സമ്മും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. രണ്ടാമത് നമ്മൾ പഠിച്ച കാര്യം എന്താണ്? സെയിം ഡിജിറ്റ് സം വരുന്ന രണ്ട് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. ഈ ഒരു ടോപ്പിക്കിൽ ഈ രണ്ട് കാര്യം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് പ്രോബ്ലംസ് ആണ്. നമുക്ക് നോക്കാം, പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്ക് പ്ലേയിങ് വിത്ത് 9ല് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മിസ് തന്നിട്ടുണ്ട്. ശരിക്കും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എല്ലാവരും ശരിക്കും വായിച്ചു നോക്കാം. നോക്കിക്കോ. ദ ഡിഫറൻസ് ഓഫ് എനി നമ്പർ and the number got by rearranging its digits in any manner is a multiple of 9. Why? ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നതാ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു നമ്പർ എടുക്കാം. ഓക്കെ, ആ നമ്പറിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. അതായത് അതിന്റെ ഓർഡറിലൊന്ന്, അതിന്റെ ഡിജിറ്റുകളുടെ ഓർഡറിൽ വ്യത്യാസം വരുത്തി ഒന്ന് എഴുതുക. ഓക്കെ, എന്നിട്ട് ആദ്യത്തെ നമ്പറിനെയും ആ റീഅറേഞ്ച് ചെയ്ത് കിട്ടുന്ന നമ്പറിനെയും തമ്മിൽ എന്ത് ചെയ്യടാ? മൈനസ് ചെയ്യുക, ഡിഫറൻസ് കണ്ടുപിടിക്കുക. അങ്ങനെ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. എന്തുകൊണ്ട്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 9ന്റെ മൾട്ടിപ്പിൾ ആണോ കിട്ടുന്നത്? നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലെ? കുറച്ച് എക്സാമ്പിൾ എടുത്ത് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് അറിയോടാ? കുറച്ച് എക്സാമ്പിൾസ് എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അതേ മിസ് എടുക്കാണ്. മിസ് ഇതേ ഇപ്പോ 72 എടുക്കാണേ. 72 എന്ന് പറയുന്ന നമ്പർ എടുത്തു. ഇനി നമ്മളോട് എന്ത് ഇവര് പറഞ്ഞിരിക്കുന്നത്? ആ നമ്പറിനെ ഒന്ന് ഓർഡർ മാറ്റി എഴുതണം, റീഅറേഞ്ച് ചെയ്ത് ഒന്ന് എഴുതണം. അപ്പൊ നമുക്ക് 72ന് ഓർഡർ മാറ്റി എങ്ങനെ എഴുതാടാ? 27 അല്ലെ? 2നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, 7നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 27 എന്ന് എഴുതാം. അപ്പൊ 72 എന്ന് പറയുന്ന നമ്പർ എടുത്തു, അതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 27 കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ഇവര് തമ്മിലുള്ള ഡിഫറൻസ് വേണം. അപ്പൊ ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിച്ചോ, വേഗം ആയിക്കോട്ടെ. 72 - 27 എന്ത് വരൂടാ? വേഗാട്ടെ എല്ലാവരും ഒന്ന് കണ്ടുപിടിച്ചേ. 72 - എത്രയാണ്? 27 കേട്ടോ. വേഗം കണ്ടുപിടിക്കാം. 12 - 7 എത്ര വരും? നമുക്കറിയാം 5 ആണ്. ഇനി 6 - 2 എത്ര വരൂടാ? 4 വരും. സോ 45 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഈ 45 എന്ന് പറയുന്നത് 9ന്റെ മൾട്ടിപ്പിൾ അല്ലേടാ? 9ന്റെ ഗുണിതമാണ്, 9ന്റെ മൾട്ടിപ്പിൾ ആണ്. കിട്ടിയല്ലോ. അപ്പൊ ഒരു നമ്പർ എടുത്തു, ആ നമ്പറിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 9ന്റെ ഗുണിതമായിട്ട് കിട്ടിയല്ലോ. ഇനി മിസ് വേറൊരു നമ്പർ എടുക്കാണ്. ഏതെടുക്കണം? ഇപ്പോൾ 96 മിസ് എടുത്തേ. 96 എടുത്തു. ഓക്കെ, ഈ 96നെ മിസ് എന്ത് ചെയ്യാണ്? ഒന്ന് ഓർഡർ മാറ്റി എഴുതുകയാണ്. അപ്പൊ 69 എന്ന് നമുക്ക് കിട്ടും അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യണോടാ? ഇവരുടെ
ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിക്കാം. വേഗം കണ്ടുപിടിച്ചോ. 96 മൈനസ് 69. വേഗം ആയിക്കോട്ടെ, വേഗം എല്ലാവരും കണ്ടുപിടിച്ച് വേഗം കണ്ടുപിടിക്കാം കേട്ടോ. ഓക്കെ, 96 മൈനസ് 69 നമുക്ക് എത്ര കിട്ടൂടാ? 27 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 27 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 9 ആണ് അല്ലേ? 9ന്റെ ഗുണിതമാണ്. മൾട്ടിപ്പിൾ ഓഫ് 9 ആണ്, 9ന്റെ ഗുണിതമാണ്. അപ്പോൾ ഒരു നമ്പർ എടുത്തിട്ട് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 9ന്റെ മൾട്ടിപ്പിൾ കിട്ടുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാ? നമ്മൾ തൊട്ടു മുന്നേ പഠിച്ച കാര്യമാണ്. തൊട്ടു മുന്നേ പഠിച്ച എന്തായിരുന്നുടാ? ഡിജിറ്റ് സം ഈക്വൽ ആയിട്ടുള്ള രണ്ട് പേരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. നമ്മൾ തൊട്ടു മുന്നേ പഠിച്ച കാര്യമാണ് അല്ലെ? തൊട്ടു മുന്നേ ദേ മിസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ നമുക്ക് നോക്കാലോ. ദേ നോക്കിക്കോ, നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. തൊട്ടു മുന്നേ നമ്മൾ പഠിച്ച കാര്യമാണ് കേട്ടോ. നോക്കിക്കോടാ, ദേ ഇപ്പൊ വരും. ദേ വരുന്നുണ്ട്. ദേ നോക്കിക്കോ. ഇഫ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് ടു നമ്പേഴ്സ് ആർ ഈക്വൽ then their difference is a multiple of 9. എന്താണ് നമ്മൾ പറയുന്നത്? രണ്ട് നമ്പേഴ്സിന്റെ ഡിജിറ്റ് സം, അക്കങ്ങളുടെ തുക തുല്യമാണ് എങ്കിൽ അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന നമ്പേഴ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 72 27 ആണ് അല്ലെ? 72ന് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഇപ്പൊ 72 എന്ന് പറയുന്നതിന്റെ നമ്മുടെ ഡിജിറ്റ് സം അല്ലേടാ? ഡിജിറ്റ് സം, അതെ, സം ഓഫ് ദ ഡിജിറ്റ് അല്ലെങ്കിൽ അക്കങ്ങളുടെ തുക ഡിജിറ്റ് സം എന്ന് പറയുന്നത് എത്രയാടാ? 9 ആണ്. അതുപോലെ 27 അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതി. അപ്പോഴും നമുക്ക് 9 തന്നെയല്ലേ സം കിട്ടുക? സമ്മിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല. ഡിജിറ്റ് സം എന്ന് പറയുന്നത് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതിയാലും ഇല്ലെങ്കിലും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. അതിന് മാറ്റമൊന്നും വരില്ല അല്ലെ? ഓർഡറിൽ ചേഞ്ച് ചെയ്തു എന്ന് വെച്ചിട്ട് ഡിജിറ്റുകൾ മാറുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഡിജിറ്റ് സം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പൊ ഡിജിറ്റ് സം സെയിം ആണ് എങ്കിൽ നമ്മൾ പഠിച്ച കാര്യം എന്താണ്? അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്ത്? 9ന്റെ ഒരു മൾട്ടിപ്പിൾ കിട്ടുന്നത്. അപ്പൊ റീസൺ എന്താണ്? ഡിജിറ്റ് സം സെയിം ആയതുകൊണ്ട്. അപ്പൊ എഴുതിക്കോ, നമ്മുടെ എന്താണ് റീസൺ എന്ന് എഴുതിക്കോ. റീഅറേഞ്ചിങ് the digits, rearranging the digits does not change the sum of digits. Okay, sum of digits എന്താണ് നമ്മൾ പറയുന്നത്? അക്കങ്ങളുടെ ക്രമത്തിൽ മാറ്റം വരുത്തിയാലും അതെന്ത് ചെയ്യില്ലടാ? മാറ്റം വരുത്തിയാൽ അത് അക്കങ്ങളുടെ തുകയിൽ വ്യത്യാസം വരത്തില്ല അല്ലെ? അക്കങ്ങളുടെ ക്രമത്തിൽ മാറ്റം വരുത്തിയാലും അക്കങ്ങളുടെ തുകയിൽ വ്യത്യാസം വരുന്നില്ല. അക്കങ്ങളുടെ തുകയിൽ വ്യത്യാസം വരുന്നില്ല എങ്കിൽ നമുക്ക് പറയാം എന്താണ്? അവരുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും കിട്ടുക. അക്കങ്ങളുടെ തുകയിൽ വ്യത്യാസം വരുന്നില്ല. എഴുതിക്കോട്ടോ, വേഗം എഴുതിയെടുക്കുക എല്ലാവരും. വ്യത്യാസം വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ റീസൺ കേട്ടോ. അക്കങ്ങളുടെ തുകയിൽ അല്ലെങ്കിൽ ഡിജിറ്റ് സമ്മിൽ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ടാണ്, ഡിജിറ്റ് സം ഈക്വൽ ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡിഫറൻസ് എന്ന് പറയുന്നത് 9ന്റെ മൾട്ടിപ്പിൾ കിട്ടുന്നത്. ഓക്കെ ആണല്ലോടാ? ഓക്കെ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ? ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ദ ഡിഫറൻസ് ഓഫ് എനി 3-digit നമ്പർ ആൻഡ് ദ നമ്പർ റിട്ടേൺ ഇൻ റിവേഴ്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 99. What is the relation between the number by which 99 is multiplied and the digit of the original number? Okay, എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നേടാ? നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ നമ്മളോട് ഒരു 3-digit നമ്പർ എടുക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിനെ ഒന്ന് റിവേഴ്സ് ഓർഡറിൽ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെ ചെയ്യണം? ഒരു 3-digit നമ്പർ എടുക്കണം, അതിനൊന്ന് റിവേഴ്സ് ഓർഡറിൽ എഴുതണം. അപ്പൊ അതേ മിസ് ഒരു 3-digit നമ്പർ എടുക്കുകയാണ്. ഇപ്പോ 361 എന്ന് പറയുന്ന ഒരു 3-digit നമ്പർ, 3 അക്ക സംഖ്യ അല്ലെ മിസ് എടുത്തു. ഓക്കെ, ഇനി ഇതിന്റെ ഒന്ന് റിവേഴ്സ് ചെയ്ത് എഴുതണം അല്ലെ? റിവേഴ്സ് ചെയ്ത് നമുക്കൊന്ന് എഴുതണം. 361ന്റെ റിവേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മറിച്ചിട്ട് അങ്ങോട്ട് എഴുതാം അല്ലെ? തിരിച്ചിട്ട് എഴുതുക. ഓക്കെ, അപ്പൊ എന്താ നമുക്ക് കിട്ടാം? 163 എന്ന് കിട്ടും. ഇനി എന്താ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നേ? നമ്മളൊരു 3-digit നമ്പർ എടുത്തു, റിവേഴ്സ് ഓർഡറിൽ എഴുതി. എന്നിട്ട് എന്താ നമുക്ക് വേണ്ടേ? അവരുടെ ഡിഫറൻസ് അഥവാ വ്യത്യാസം നമുക്ക് വേണം. വ്യത്യാസം കണ്ടുപിടിക്കുക, വേഗം കണ്ടുപിടിച്ചോളൂ. ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം വേഗം കണ്ടുപിടിക്കുക കേട്ടോ. വേഗം കണ്ടുപിടിച്ചോളൂ. 361 മൈനസ് 163. അപ്പൊ നമുക്ക് എത്ര വരും? 8 9
1 198 എന്ന് നമുക്ക് കിട്ടും. ഈ 198 എന്ന് പറയുന്നതിന് എനിക്ക് എങ്ങനെ എഴുതാം? 99 ഇൻറ്റു 2 എന്ന് എനിക്ക് എഴുതാം. എന്താണ്? 99നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 198 കിട്ടുന്നത്. സോ ഈ കിട്ടിയിരിക്കുന്ന 198 എന്ന് പറയുന്നത് എന്താണ് മക്കളെ? 99ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഒരു 3 ഡിജിറ്റ് നമ്പർ എടുത്തു, അതിനൊന്ന് റിവേഴ്സ് ആയിട്ട് അല്ലെ തിരിച്ചെഴുതിയിട്ട് ഇവരുടെ ഡിഫറൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? 99ന്റെ ഒരു മൾട്ടിപ്പിൾ, ഒരു ഗുണിതം നമുക്ക് കിട്ടിയല്ലോ. എങ്ങനെയാ കിട്ടിയത്? 99നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 198 കിട്ടുക കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോ കേട്ടോ. കിട്ടുന്നില്ല എങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോ. 99നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 198 കിട്ടുക കേട്ടോ. ഇനി വേറൊരു നമ്പർ മിസ് എടുക്കുകയാണ്. ഏതെടുക്കണം നമുക്ക്? 451 എടുക്കുക കേട്ടോ. ഇനി എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അതിനൊന്ന് റിവേഴ്സിൽ എഴുതുക കേട്ടോ. റിവേഴ്സ് ആയിട്ട് എഴുതുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 154 എന്ന് നമുക്ക് കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഇവരുടെ ഡിഫറൻസ് ഒന്ന് എടുത്ത് നോക്കുക. ഡിഫറൻസ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എത്രയായിരിക്കും കിട്ടുകടാ? 7 9 2 297 എന്ന് എനിക്ക് കിട്ടും. 297 എന്ന് പറയുന്നതും 99ന്റെ എന്താണ്? 99ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. 99നെ 3 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക മക്കളെ? 297 കിട്ടുക. അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്ന, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താടാ? നമ്മൾ ഇങ്ങനെ ഒരു 3 ഡിജിറ്റ് നമ്പർ എടുക്കുന്നു, അതിന് റിവേഴ്സ് ആയിട്ട് എഴുതുന്നു, അവരുടെ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന എന്തായിരിക്കും? 99ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും, ഗുണിതമായിരിക്കും. ആണല്ലോ, നമുക്ക് കിട്ടിയല്ലോ. 99ന് ഗുണിതമല്ലേ കിട്ടുന്നത്. ഇനി നമ്മളോട് ഒരു കാര്യം കൂടി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. എന്താണ് നോക്കാം? ഇതെന്താണ്? വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ബൈ വിച്ച് 99 എന്നാണ് വായിൽ വരുന്നത്. ഓക്കെ, 99 is multiplied and the digits of the original number. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയോ? നമ്മൾ ഈ 99നെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് ഇവിടുത്തെ നമ്പർ കിട്ടിയത് അല്ലെ? ആ ഡിഫറൻസ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഈ മൾട്ടിപ്ലൈ ചെയ്ത നമ്പറും, അതായത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ ഏതാ? 2ഉം ഈ നമ്പറും നമ്മൾ ആദ്യം എടുത്ത ഈ 361 തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. നമ്മൾ 361 എന്ന് പറയുന്ന നമ്പർ എടുത്തപ്പോഴാണ് നമുക്ക് എന്ത് വന്നത്? 99ന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്ത് വന്നത്. ഇവിടെ 451 എടുത്തപ്പോഴാണ് 99ന്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്ത് വന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മൾട്ടിപ്ലൈ ചെയ്ത നമ്പറും നമ്മൾ ഫസ്റ്റ് എടുത്ത നമ്പറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ബന്ധം കാണാൻ പറ്റുന്നുണ്ടോ? ദേ മിസ് ഇവിടെ നിന്ന് എഴുതി കാണിക്കാം കേട്ടോ. നമുക്ക് കിട്ടിയത് നമുക്ക് എഴുതാം. 361 എടുത്തപ്പോഴാണ് നമുക്ക് മൾട്ടിപ്ലൈ ആയിട്ട് എന്ത് വന്നത്? 2 വന്നത്. അതെ, 2 വന്നത്. ഇനി 451 എടുത്തപ്പോഴാണ് നമുക്ക് മൾട്ടിപ്ലൈ ആയിട്ട് എന്ത് വന്നത് മക്കളെ? 3 വന്നത്. നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടാടാ? ഈ നമ്പർ, നമ്മൾ എടുത്ത നമ്പറും മൾട്ടിപ്ലൈ ചെയ്ത നമ്പറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങളൊന്ന് നോക്കിയിടാ. ദേ, ഈ നമ്മൾ എടുത്ത നമ്പർ 361 ആണ് അല്ലെ? ഈ 361ന്റെ ഫസ്റ്റ് ഡിജിറ്റ് 3 ആണ്, ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. ഈ ഫസ്റ്റ് ഡിജിറ്റിൽ നിന്ന് ലാസ്റ്റ് ഡിജിറ്റ് മൈനസ് ചെയ്യുമ്പോഴല്ലേടാ ഈ 2 കിട്ടുന്നത് അല്ലെ? 3 മൈനസ് 1 ചെയ്യുമ്പോഴല്ലേടാ 2 കിട്ടുന്നത്. ആണല്ലോ. അതുപോലെ തന്നെ ഇത് അടുത്തയിലും ഇങ്ങനെ തന്നെയാണോ? നമുക്ക് നോക്കാം. ഇവിടെ നോക്കി, ഫസ്റ്റ് ഡിജിറ്റ് 4 ആണ്, ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. 4 മൈനസ് 1 ചെയ്യുമ്പോഴല്ലേടാ 3 കിട്ടുന്നത്. ആണല്ലോ. അപ്പൊ ഈ മൾട്ടിപ്ലൈ ചെയ്ത നമ്പറും നമ്മൾ എടുത്ത നമ്പറും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്താണ്? മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി മക്കളെ? നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന നമ്പറിന്റെ ഫസ്റ്റ് ഡിജിറ്റും ലാസ്റ്റ് ഡിജിറ്റും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നോക്കുമ്പോൾ 3ഉം 1ഉം മൈനസ് ചെയ്യുമ്പോഴാണ് 2 കിട്ടുന്നത്. അതുപോലെ ഇവിടെ 4ഉം 1ഉം മൈനസ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 3 കിട്ടുന്നത്. ഇപ്പൊ ലാസ്റ്റിലെ അല്ലെ എൻഡിൽ കിടക്കുന്ന 2 നമ്പേഴ്സിന്റെയും ഡിഫറൻസ് ആണ് എന്തായിട്ട് വരുന്നത്? നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന കാര്യം കേട്ടോ. ഇവർ തമ്മിലുള്ള റിലേഷൻ, ബന്ധം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ട കാര്യം ഇതാണ്. മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഡിഫറൻസ് ഓഫ് ദ ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഡിജിറ്റ് അല്ലെ? ലാസ്റ്റ് ഡിജിറ്റിന്റെയും ഫസ്റ്റ് ഡിജിറ്റിന്റെയും ഡിഫറൻസ് ആണ് മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ. ഓക്കെ ആണല്ലോ, സിമ്പിൾ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദേ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. What is the relation between the digits of the number got by
multiplying 99 by a single digit number. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 99നെ ഏതെങ്കിലും ഒരൊറ്റ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയിലെ അക്കങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? അപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 99നെ ഒറ്റക്ക സംഖ്യ അല്ലെ ഒരൊറ്റ സംഖ്യ അല്ലെങ്കിൽ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പറും കിട്ടിയിരിക്കുന്ന ആൻസറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ മിസ് ഒന്ന് ചെയ്ത് നോക്കാണ്. 99നെ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുന്നു. ഫസ്റ്റ് മിസ് ചെയ്യുന്നതാണ് 99നെ 2 കൊണ്ട് ഗുണിക്കുന്നു. 99നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്തായിരിക്കും കിട്ടുക? നമുക്കറിയാം 198 ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. ഇനി നിങ്ങൾ ചെയ്ത് നോക്കാട്ടോ. 99 × 2 വേഗം ചെയ്ത് നോക്കാം. 99 × 2 കേട്ടോ. അറിയാത്തവരെ ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് മിസ്സിന് എന്ത് ചെയ്യണമെന്ന് അറിയോ? 99നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണോടാ. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് വേഗം ഒന്ന് ആൻസർ പറഞ്ഞേ. എന്തായിരിക്കും ആൻസർ വരിക? 297 വരും കേട്ടോ. 297 വരും. ഇനി 99നെ ഇതേ മിസ് 4 കൊണ്ട് ഗുണിക്കുന്നു. 4 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 396 വരും. ഓക്കെ, ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയോ? ഇതെല്ലാം ഇങ്ങനെ എഴുതി വെക്കാനല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പകരം നമ്മളോട് ചോദിച്ചിരിക്കുന്ന കാര്യം ഇതാണ്. 99നെ നമ്മൾ ഈ മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ ഇല്ലേ, 2, 3, 4, ഇവരും നമുക്ക് കിട്ടിയ ആൻസറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കുറുക്ക് വഴിയുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയടാ, 99നെ ഒരു 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പേഴ്സിന്റെ എല്ലാം മിഡിൽ ടേം ഏതാണെന്ന് നോക്കിക്കേ. നടുവിൽ വരുന്ന ആള് എന്തായിരിക്കും മക്കളെ? 9 ആണ്, 9 ആണ്. അപ്പൊ 99നെ ഒരു 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും മിഡിലിൽ വരുന്ന ആള് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? 9 ആയിരിക്കും. കിട്ടിയല്ലോ. ഇനി ആദ്യത്തെ കേസ് ഒന്ന് നോക്കാം. 198 ആണ് നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയത്. ഓക്കെ, അപ്പൊ നടുക്കുള്ളത് 9 ആണ്. എപ്പോഴും 9 ആയിരിക്കും എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി ഈ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആൾക്കാരെ പറ്റി നമുക്ക് എന്ത് പറയാൻ പറ്റും? എങ്ങനെ കിട്ടും? നോക്കിയിടാ, ഈ 2നെ 9 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 2 × 9. 2 × 9 എത്രയാണ് മക്കളെ? 18 ആണ് അല്ലേ? 18 ആണ്. ഈ 1നെയും 8നെയും അല്ലേടാ ഞാൻ 1, 8 എന്ന് പറഞ്ഞു ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 2നെ 9 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന നമ്പർ ഏതാണോ അതിന്റെ നടുവിൽ എന്തിട്ട് കൊടുക്കുക? ഒരു 9നെ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്തായി? 99നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആയിട്ട് മാറും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നോക്കിയിടാതെ 3 കൊണ്ടാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ നടുവിൽ എന്തായാലും 9 ആണ്, അത് നമുക്കറിയാം. ഓക്കെ, അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളെ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? നോക്കി, 3നെ 9 കൊണ്ട് ഗുണിക്കുക. 3 × 9 എത്രയാണ് നമുക്കറിയാം? 27 ആണെന്ന് അറിയാം അല്ലെ? ഈ 2നെയും 7നെയും അല്ലേ ഇത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? 2, 7 കണ്ടോ? ഇനി 4ന്റെ കേസിലും കൂടി നിങ്ങൾ നോക്കിക്കോ. 99നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നടുവിൽ എന്തായാലും എന്തായിരിക്കും? 9 ആണ് അല്ലെ? നടുവിൽ എന്തായാലും 9 വരത്തുള്ളൂ. ഇനി അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന ആളാരാണ്? നോക്കി, 4നെ 9 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ആളല്ലേ? 4 × 9 എത്രയാണ്? 36. 3 6 അല്ലേടാ ഈ കിടക്കുന്നത്? ഇവിടെ ആണ്. ഓക്കെ, അപ്പൊ 99നെ ഒരു 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്തുകൂടെ? ഇപ്പൊ 99നെ മിസ്സിന് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് ചെയ്യാം? എങ്ങനെ ചെയ്യാം? എന്താ ചെയ്യേണ്ടത്? നടുവിൽ എന്തായാലും 9 വരത്തുള്ളൂ. അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന ആളെ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 6 × 9 എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? 6 × 9 എത്രയാണ് മക്കളെ? നമുക്കറിയാം 54 ആണ്. അപ്പം മിസ് ഇവിടെ 5ന് എഴുതാം, ഇവിടെ 4ന് എഴുതാം. ഓക്കെ, അത്രയുള്ള പരിപാടി. ഇനി 99 × മിസ്സിന് 5 എത്രയാണെന്ന് അറിയണം. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നടുവിൽ എന്തായാലും 9 ആണ്. അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 9നെ 5 കൊണ്ട് ഗുണിക്കുക. 9 × 5 എന്താണ്? 45 ആണ്. അപ്പൊ 4നെയും 5നെയും അപ്പുറത്തും ഇപ്പുറത്തും എഴുതാം. അത്രേ ഉള്ളൂ. അപ്പൊ റിലേഷൻ എന്താണ് നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ ആദ്യം വരുന്ന 2 അല്ലെങ്കിൽ എൻഡിൽ വരുന്ന 2 പേരെന്ന് പറയുന്നത് എന്താണ്? 9നെ ഏത് നമ്പർ കൊണ്ടാണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്, അല്ലെങ്കിൽ 99നെ ഏത് നമ്പർ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അതിന് പകരം എന്ത് ചെയ്യുക? 9നെ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൾക്കാരെ നമ്മൾ എൻഡിൽ എഴുതുക. ഓക്കെ, നടുവിൽ വരുന്നത് എപ്പോഴും എന്തായിരിക്കും? 9 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ 99 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് എളുപ്പത്തിൽ പഠിച്ചില്ലേ? ഇതാണ് നമ്മുടെ 9 ന്റെ മാജിക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോടാ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ആൻസർ ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം അല്ലെ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മുടെ ചാപ്റ്ററിൽ ചാപ്റ്റർ കഴിയാണ്.
വളരെ ഭംഗിയായിട്ട് നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാണ്. അതെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് വലിപ്പമൊക്കെ ഉണ്ടെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും വായിച്ചു നോക്കുക കേട്ടോ. ടേക്ക് എനി 3-digit number, write it in reverse and find the difference of these two numbers. ഓക്കെ, നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു 3-digit നമ്പർ എടുക്കാം. അതിനിപ്പോൾ എന്താ നമുക്ക് എടുക്കാലോ. എന്താ ഇത്ര വലിയ പ്രയാസം അല്ലെ? ഒരു പ്രയാസമില്ല. അതേ എടുക്കുന്നു. 865 3-digit നമ്പർ. മിസ് എടുത്തു, പ്രശ്നമില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ നിങ്ങൾ എടുത്തോ കേട്ടോ. ഒരു 3-digit നമ്പർ എടുക്കാം. 865 മിസ് എടുത്തു. ഇനി എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നേ? ഈ നമ്പറിനെ ഒന്ന് റിവേഴ്സ് ഓർഡറിൽ എഴുതുക അല്ലെ, തിരിച്ചങ്ങോട്ട് എഴുതുക. തിരിച്ചെഴുതാം, അതിനും കുഴപ്പമില്ല. അത് എഴുതിക്കോ. 568 എഴുതി. ഇനി എന്താ ഉള്ളേ? ഇവരുടെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഇപ്പൊ നമുക്ക് 2 നമ്പേഴ്സ് കിട്ടി, അവരുടെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അതെ ഡിഫറൻസ് കണ്ടുപിടിക്കാം, എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. 865 ഡിവൈഡഡ് ബൈ 568 നമുക്ക് എത്ര ഇട്ടുകൂടാം? 297 എന്ന് നമുക്ക് കിട്ടി. ഇനി എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദ നമ്പർ ഗോട്ട് അസ് ഡിഫറൻസ് ഇൻ റിവേഴ്സ്. നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഡിഫറൻസിനെ എന്ത് ചെയ്യണം? ഒന്ന് റിവേഴ്സ് അടിച്ച് എഴുതുക. ഡിഫറൻസ് കിട്ടിയത് 297 ആയിരുന്നു. അതിന് നേരെ എന്ത് ചെയ്യണം? റിവേഴ്സ് ഓർഡറിൽ എഴുതണം. അപ്പോൾ 792 എന്ന് നമ്മൾ റിവേഴ്സ് ഓർഡറിൽ എഴുതി. ഇനി എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ആഡ് ചെയ്യണം. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന 2 നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യണം. കുറച്ചധികം പണികളുണ്ട്, പക്ഷെ എങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഡിഫറൻസിനെയും അതിന് റിവേഴ്സ് ഓർഡറിൽ എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ നമ്പറിനെയും തമ്മിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 297 പ്ലസ് എന്താ ചെയ്യേണ്ടത്? 297 പ്ലസ് 792. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1089 കിട്ടും. അപ്പൊ നമുക്ക് എന്താ ഇവിടെ കിട്ടിയിരിക്കുന്നത്? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഒരു 3-digit നമ്പറിനെ എടുത്തു, അതിനൊന്ന് റിവേഴ്സ് ഓർഡറിൽ എഴുതി, മൈനസ് ചെയ്തു, 297 കിട്ടി. അതിനെ വീണ്ടും എടുത്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിന് റിവേഴ്സ് ഓർഡറിൽ എഴുതി, എന്നിട്ട് അവർ രണ്ടുപേരും തമ്മിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 1089 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേറൊരു 3-digit നമ്പർ കൂടി എടുത്തു നോക്കാം. ഓക്കെ, വേറൊരു 3-digit നമ്പർ മിസ് എടുക്കാണ്. നമുക്ക് ഏതെടുക്കണോടാ? നമുക്കിപ്പോൾ ഒരു 341 എടുക്കാം. ഓക്കെ, 341 എടുത്തു. ഇനി എന്താ ചെയ്യണ്ടേ? ഇവരൊന്ന് റിവേഴ്സ് ഓർഡറിൽ എഴുതണം. അപ്പം 143 നമുക്ക് കിട്ടും. ഇനി ഇവരെ തമ്മിൽ എന്ത് ചെയ്യുക? മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 198 എന്ന് കിട്ടും. ഇനി ഈ കിട്ടിയിരിക്കുന്ന ഡിഫറൻസിനെ എടുക്കുക, അതിനൊന്ന് റിവേഴ്സ് ഓർഡറിൽ എഴുതുക, ഇവരെ തമ്മിൽ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുത്ത് നിങ്ങൾ ചെയ്തു കേട്ടോ. ഇവരെ തമ്മിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും കിട്ടാടാ? 9, 8, 10 1089. വീണ്ടും വന്നു നമ്മുടെ 1089. അപ്പൊ ഇതുപോലെ നിങ്ങൾ കുറെ നമ്പേഴ്സ് എടുത്ത് നോക്കിയിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ ഈ 3-digit നമ്പർ എടുക്കുന്നു, നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രോസസ്സൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും ആൻസർ വരുന്നത് 1089 ആണ്. ഇതെന്താ സംഭവം? ഇതാണ് 9ന്റെ മാജിക്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്? 1089 കിട്ടും. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും, ഒരു 1-2 പേർക്കെങ്കിലും കിട്ടും. എന്ത് കിട്ടും? ഈ 1089 കിട്ടില്ല. മിസ് അങ്ങനെ ഞങ്ങൾക്ക് വന്നില്ലല്ലോ എന്ന് ചോദിക്കുന്ന 2-3 പേരുണ്ട് അല്ലെ. അപ്പൊ അത് എന്തുകൊണ്ടാണ്? എങ്ങനെയുള്ള നമ്പേഴ്സിനാണ് ഫൈനൽ ആൻസർ 1089 വരാത്തത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ മിസ് ഒരു എക്സാമ്പിൾ എടുക്കാണ്. അതേ ഇപ്പോ 626 എടുത്തു. 626 എടുത്തേ മിസ്. ഇനി ഇതിന് നേരെ റിവേഴ്സ് എടുക്കുമ്പോഴും നമുക്ക് എന്തിനു കിട്ടുള്ളൂ? 626 തന്നെയല്ലേ കിട്ടുള്ളൂ. ഇവരെ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 0 കിട്ടും. വീണ്ടും ഡിഫറൻസിനെ എടുക്കുന്നു, അതിനെ റിവേഴ്സ് ചെയ്യുന്നു, 0നെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ 0 തന്നെയല്ലേ. 0 + 0 എന്ത് വരും? 0 വരും. 1089 വന്നോ? ഇല്ല. 1089 വരാത്തതിന് കാരണം എന്താണ്? ലാസ്റ്റ് വരുന്ന 2 ഡിജിറ്റ് ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് വരില്ല മക്കളെ? 1089 വരില്ല. ബാക്കിയുള്ള ഏത് കേസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് എത്ര കിട്ടും? 1089 കിട്ടും. ലാസ്റ്റ് ഡിജിറ്റുകൾ, അതായത് എൻഡിൽ കിടക്കുന്ന ലാസ്റ്റ് ഡിജിറ്റ് എന്നല്ല, എൻഡിൽ വരുന്ന ഫസ്റ്റും ലാസ്റ്റും കിടക്കുന്ന 2 ഡിജിറ്റുകൾ സെയിം ആണ് എങ്കിൽ, ഇവിടെ 6ഉം ഇവിടെ 6ഉം ആണ്, രണ്ടും സെയിം ആണ്. സെയിം ആകുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കില്ല? ഫൈനൽ ആൻസർ 1089 വരില്ല. ബാക്കിയുള്ള എല്ലാ കേസിലും എന്തായിരിക്കും ആൻസർ വരിക? 1089 ആയിരിക്കും ആൻസർ വരിക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെ നമ്പറിനാണ് 1089 ആൻസർ ആയിട്ട് വരാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ എഴുതാലോ. എന്താണ്? വി ഗെറ്റ് different answer when, വേഗം എഴുതിയെടുക്കാം. We get different answer when
first and last digits are same. Last digits are same. Okay. First digitും last digitും സെയിം ആണെങ്കിലാണ് നമുക്ക് എന്ത് വരുന്നത് മക്കളെ? എന്ത് വരുന്നടാ? ആൻസർ വേറെ ആയിട്ട് വരുന്നത്. 1089 അല്ലാതെ മറ്റ് ആൻസർ വരുന്നത് അപ്പോഴാണ്. അപ്പോൾ മലയാളം മീഡിയംകാരെ എഴുതുക, ആദ്യത്തെയും അവസാനത്തെയും അക്കങ്ങൾ തുല്യമായാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് വേറെ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതുകൂടി നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഏതൊക്കെ നമ്പേഴ്സിനാണ് വേറെ ആൻസർ വരുന്നതെന്ന് കേട്ടോ. അപ്പോൾ ലാസ്റ്റും ഫസ്റ്റും ഡിജിറ്റ് സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? ആൻസർ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? ഇത്രയിലൂടെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ്. ശ്രദ്ധയോടെ പഠിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ്. അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മുടെ ചാപ്റ്റർ ഒക്കെ? ഇഷ്ടപ്പെടണമല്ലോ. ഓക്കെ. 9 വെച്ചിട്ടുള്ള കുറേ ട്രിക്കുകളൊക്കെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു. ഈ ട്രിക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ പാരൻസിൻ്റെ അടുത്തും അതുപോലെ ചേട്ടന്മാരും ചേച്ചിമാരുടെ അടുത്തൊക്കെ ഒന്ന് പ്രയോഗിക്കാം. ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചേ, എന്നിട്ട് ആൻസർ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചോദിക്കുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെയൊക്കെ നിങ്ങൾ ചോദിക്കാം കേട്ടോ. 9ന്റെ കുറേ ട്രിക്കുകൾ നമ്മൾ അല്ലെങ്കിൽ മാജിക്കുകൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു. ഈ ഒരു ചാപ്റ്റർ വളരെ അടിപൊളി ഒരു ചാപ്റ്റർ ആണ് അല്ലേ? നമുക്കിനി പഠിക്കാനുള്ളതിൽ വെച്ചിട്ട് വളരെ അടിപൊളിയായിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്. അപ്പം നല്ല രീതിക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം? നമ്മുടെ ഈ കഴിഞ്ഞ പാട്ടുകളും ഇന്നത്തെ പാട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ കാണുക. ഓക്കെ. അപ്പം മനസ്സിലാക്കി തന്നെ കാണുക. ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ ആയിട്ട് കാണാം. ഓക്കെ.